രാമകൃഷ്ണൻ നായർ, കുഞ്ചു നായർ, പട്ടിക്കാത്തൊടി രാവണ്യമേനോൻ, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ആളുകൾ. ഇന്നാണ് ഇപ്പോൾ ഏറ്റവും പ്രശസ്തനായിട്ടുള്ള കലാമണ്ഡലം ഗോപി, കലാമണ്ഡലം രാമൂട്ടി നായർ തുടങ്ങിയിട്ടുള്ള ആളുകൾ. ഇങ്ങനെ പ്രശസ്തന്മാർ പങ്കെടുക്കുന്ന കഥകളിയാണ് ഇവിടെ എന്നും അവതരിപ്പിക്കുക. ഈ കഥകളിയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവിടെ മറ്റൊരു പ്രത്യേകതയും കൂടിയുണ്ട്. മറ്റൊരു ക്ഷേത്രത്തിലും ഇല്ലാത്തൊരു പ്രത്യേകതയാണത്. കുടമാണിക്യം ക്ഷേത്രത്തിലെ വലിയ വിളക്കുന്നാളെന്ന് പട്ടാഭിഷേകം കഥകളിയുടെ അനേകം കഥകളി രാത്രികളുടെ സമാപനം എന്നുള്ള നിലയ്ക്ക് അവതരിപ്പിക്കുന്നതാണ് പട്ടാഭിഷേകം കഥകളി. പട്ടാഭിഷേകം കഥകളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീരാമ പട്ടാഭിഷേകമാണ് കഥ. അത് വളരെ ഭക്തി നിർഭരമായിട്ടുള്ളൊരു ഒരു കളിയായിട്ടാണ് ആളുകൾ കണക്കാക്കുന്നത്. സാധാരണ കഥകളി കാണാൻ വരാത്തവർ പോലും പട്ടാഭിഷേകം കഥകളി കണ്ട് ഭഗവാനെ തൊഴുതു പോകുന്നത് പുണ്യം നേടുന്ന ഒരു സംഭവമായിട്ടാണ് കണക്കാക്കുക. ഇപ്പോൾ പട്ടാഭിഷേകം കഥകളിക്ക് ഇരിങ്ങാലക്കുട മതിൽക്കകത്ത് അത് അവതരിപ്പിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭൂതി മറ്റെവിടെ അവതരിപ്പിച്ചാലും അത് കിട്ടില്ല. അപ്പോൾ ഈ പട്ടാഭിഷേകം കഥകളി ഇവിടെ പ്രശസ്തമാണെന്നുള്ളത് കൊണ്ട് വേറെ പല സ്ഥലങ്ങളിലും കൊണ്ടുപോയി അവതരിപ്പിക്കാറുണ്ട്. പക്ഷേ ഇരിങ്ങാലക്കുട കിട്ടുന്നത് പോലെയുള്ള ഒരു ഭംഗി, ഒരു അനുഭൂതി ഭക്തന്മാർക്കും അതുപോലെ തന്നെ കഥകളി പ്രിയന്മാർക്കും വളരെ പ്രിയപ്പെട്ടത് തന്നെയാണ്. നളയരഥം പോലെയോ അല്ലെങ്കിൽ രാവണോത്ഭവം പോലെയോ അല്ലെങ്കിൽ കോട്ടയത്തമ്പുരാന്റെ കുർമീരവധം പോലെയോ വിസ്തരിച്ചിട്ടുള്ള അഭിനയത്തിന് സാധ്യതകൾ കുറവാണ് എന്നുണ്ടെങ്കിലും പട്ടാഭിഷേകം കഥകളിയിലെ ശ്രീരാമൻ, പട്ടാഭിഷേകം കഥകളിയിലെ ഹനുമാൻ, പട്ടാഭിഷേകം കഥകളിയിലെ സീത, അതുപോലെ ഭരതൻ, ഇവിടെ പ്രത്യേകിച്ചും കുടമാണിക്യം ക്ഷേത്രത്തിൽ ഭരതനാണ് പ്രതിഷ്ഠ എന്നാണ്. അതുകൊണ്ട് ഭരതൻ, അങ്ങനെയുള്ള രാമായണ കഥാപാത്രങ്ങൾ, അവതാരങ്ങൾ രംഗത്ത് വരുന്ന ഒരു ഭക്തി നിർഭരമായിട്ടൊരു ചടങ്ങാണ് ഇവിടുത്തെ പട്ടാഭിഷേകം കഥകളി. ആ കഥകളിയോടുകൂടി ഓരോ കൊല്ലവും ഈ വലിയ വിളക്കുന്നാളിൽ നിന്നുണ്ടാകുന്ന ആ കഥകളിയോടുകൂടി ഉത്സവം സമാപിക്കുകയാണ് സാധാരണ പതിവ്. ചടങ്ങുകളല്ലാതെ രസിക്കാനുള്ള സഹൃദയന്മാർക്ക് ഇപ്പോൾ ക്ഷേത്രത്തിൽ പോയി തൊഴുക, ഈശ്വരഭക്തി എന്നൊക്കെ ഉള്ളത് അത്ര തന്നെ ഇല്ലാത്ത ആളുകൾക്ക് പോലും ഇവിടുത്തെ സ്പെഷ്യൽ പന്തലിൽ നടത്തുന്ന കഥകളി സംഗീത കച്ചേരികൾ വളരെ ഹൃദ്യമായിട്ടൊരു അനുഭൂതിയാണ് നൽകുന്നത്. ക്ലാസിക്കൽ സംഗീത കച്ചേരികൾ, വളരെ പ്രശസ്തരായിട്ടുള്ള ഗായകരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള, ഭാഗവതന്മാരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സംഗീത കച്ചേരികൾ. അതുപോലെ തന്നെ ഒന്നാന്തരം നൃത്തപരിപാടികളും ഉണ്ടാവാറുണ്ട്. ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി തുടങ്ങിയിട്ടുള്ള നൃത്തപരിപാടികളും അവതരിപ്പിക്കാറുണ്ട്. അത് സ്പെഷ്യൽ പന്തലിലാണ് അവതരിപ്പിക്കുക. പ്രശസ്തരായിട്ടുള്ള ആളുകളെ വരുത്തി നടത്തുന്നു. അതുകൊണ്ട് അത്തരം ആസ്വാദനം ഉള്ള ആളുകൾക്കും കുടമാണിക്യം ക്ഷേത്രത്തിലെ ഉത്സവം എന്ന് പറഞ്ഞാൽ വളരെ പ്രിയപ്പെട്ടതാണ്. അതുപോലെ തന്നെ പഴയ കലകളിൽ വെച്ച് പ്രശസ്തമായിട്ടുള്ള ഒന്നാണല്ലോ